ഹായ്, നമ്മൾ വീട് പണി തുടങ്ങിക്കഴിയുമ്പോൾ അതുവരെ കേൾക്കാത്ത കുറേ ഡോക്യുമെൻറ്റിൻ്റെ പേരുകളും സർട്ടിഫിക്കറ്റിൻ്റെ പേരുകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നില്ലേ? അങ്ങനെ കേൾക്കുന്ന രണ്ട് പേരുകളാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും. അപ്പോൾ ഇന്ന് അഡോൺ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ്. കുറേ കാര്യങ്ങളുടെ സാമ്യതകളൊക്കെ ഉണ്ടെങ്കിലും ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളും സെർവ് ചെയ്യുന്ന പർപ്പസുകൾ രണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം കിട്ടുന്നത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണ്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വീട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ അപ്രൂവ് ചെയ്ത പ്ലാനിനനുസരിച്ചാണ് ഈ കൺസ്ട്രക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നത് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ബിൽഡിംഗ് കോഡ്, റെഗുലേഷൻസ് ഇതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുന്ന അപ്രൂവ്ഡ് പ്ലാനിൽ. ഇതെല്ലാം അനുസരിച്ചാണ് നമ്മളുടെ വീട് കംപ്ലീറ്റ് ആയിരിക്കുന്നതെന്നാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ വീട് ഉപയോഗിക്കാൻ, കൈമാറ്റം ചെയ്യാൻ അല്ലെങ്കിൽ ലോൺ പോലുള്ള പർപ്പസുകൾക്ക് ഉപയോഗിക്കാനൊക്കെ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വളരെയധികം ആവശ്യമായിട്ട് വരും. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ലോക്കൽ ബോഡിയിലാണ്. അപ്പോൾ അതിനുവേണ്ടി ആവശ്യമായിട്ട് വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ID കാർഡിൻ്റെ, ആധാർ കാർഡിൻ്റെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പി, പിന്നെ ബിൽഡിംഗ് പെർമിറ്റ്, ഒറിജിനൽ പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലാൻഡ് ടാക്സ് അടച്ച റെസീപ്റ്റ്. ഇത്രയും കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന് ശേഷം വരുന്നതാണ് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്. അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ റെഡി ടു ഒക്യുപ്പൈ എന്നുള്ള കോൺസെപ്റ്റാണ് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് സെർവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട് താമസയോഗ്യമായി കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ്, ഫയർ സേഫ്റ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത്. അതുപോലെ ഇത് നമ്മൾ നിർമ്മിച്ച ആൾക്ക്, ഓണർക്ക് ഈ വീട്ടിൽ താമസിക്കാനുള്ള അതോറിറ്റി ഓതറൈസ്ഡ് ആക്കുന്നത് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ആണ്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അവിടെ കയറി താമസിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ലീഗൽ സൈഡൊക്കെ ഇതുമായിട്ട് കണക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷനോടൊപ്പം നമ്മുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ്, പ്രോപ്പർട്ടി ടാക്സ്, ഇതെല്ലാം കൊടുക്കുന്നതിനോടൊപ്പം ID പ്രൂഫ് ഇതെല്ലാം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ഒരു NOC കൂടെ ആവശ്യമായിട്ട് വരും. പിന്നെ ഇതല്ലാതെ നമ്മുടെ വീട് പണിഞ്ഞിരിക്കുന്ന ഏരിയയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു NOCയോ ഡോക്യുമെൻറ്റോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതും കൊടുത്താലാണ് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും തമ്മിൽ പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ.